ഹലോ സിനിമാ പ്രേമികളെ, ഏറ്റവും പുതിയ സിനിമ റിവ്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മംഗലാപുരത്തുള്ള PVR സിനിമാസിൽ ആണ് ഇന്ന് ഞാൻ സിനിമ കാണാൻ വന്നത്. മലയാളത്തിലെ സൂപ്പർ ഹ്യൂമൻ സിനിമാറ്റിക് യൂണിവേഴ്സായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. വെൽക്കം ടു VIP സിനി ലോഗ്. വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരോൺ കഥയെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ലോക. ഡൊമിനിക് അരോൺ ഇതിനു മുൻപേ എടുത്തത് തരംഗം എന്ന സിനിമയാണ്. നല്ല ഡിഫറൻറ്റ് മേക്കിംഗ് കൊണ്ട് ആ സിനിമ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് തുടക്കമൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ ലോക വേറെ ലെവലിൽ എത്തിച്ചു കളഞ്ഞു. അത്രയും കിടിലൻ മേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിച്ചവർ ഒരു വലിയ കയ്യടി അറിയിക്കുന്നു. ഏറ്റവും പ്രധാനം സിനിമാറ്റോഗ്രാഫി ചെയ്ത നിമിഷ് രവി. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് പടം. രാത്രിയിലുള്ള സീൻസ് ഒക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഈ ഗംഭീര വിഷ്വൽസിന്റെ കൂടെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും ജേക്സ് ബിജോയുടെ തീപ്പൊരി മ്യൂസിക്കും ജിത്തു സെബാസ്റ്റിന്റെ ആർട്ട് വർക്കും ഡോൺ വിൻസെന്റിന്റെ സൗണ്ട് ഡിസൈനും അശ്വിൻ സാൻഫ്രാന്റെ വിഷ്വൽ എഫക്ട്സും എൻറ്റയർ കളർ ഗ്രേഡിംഗ് ടീമും ഒക്കെ ചേർന്നപ്പോൾ പടം ഇന്റർനാഷണൽ ലെവലായി. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നിക്കൽ ടീം വലിയൊരു കയ്യടി അർഹിക്കുന്നു എന്ന്. ഇനി ഇതിലെ അഭിനേതാക്കളിലേക്ക്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഇൻക്ലൂഡിംഗ് കാമിയോ ചെയ്തവരും വളരെ നന്നായി ചെയ്തു. ആരും മോശമാക്കിയില്ല. പ്രധാന വേഷം ചെയ്ത കല്യാണി പ്രിയദർശന്റെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ക്രീൻ പ്രസൻസും ആറ്റിറ്റ്യൂഡും ഈ കഥാപാത്രത്തിൽ നന്നായി യോജിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം എഫേർട്ട് കല്യാണി എടുത്തിരുന്നു ചന്ദ്രയാകാൻ വേണ്ടി. മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് ഒക്കെ ഇതിന്റെ ഭാഗമായി എടുത്തിരുന്നു. ലുക്ക് കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ചന്ദ്ര എന്ന കഥാപാത്രം മികച്ചു നിന്നു. അടുത്തതായി പറയാനുള്ളത് നസ്ലീൻ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, ഇവർ മൂന്നുപേരെയും ഒരുമിച്ചാണ്. ഇവരുടെ ഡയലോഗുകളും സിറ്റുവേഷണൽ കോമഡീസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചന്തു സലീം കുമാർ. ചില ഡയലോഗ്സും എക്സ്പ്രഷൻസും ഒക്കെ കറക്റ്റ് സലീം കുമാർ പോലെ. ഇവരുടെ സീൻസും കോമഡിയും ഒക്കെ നന്നായി ചിരിക്കാൻ വകയുള്ളതായിരുന്നു. അടുത്തതായി എടുത്തു പറയേണ്ട ഒരു പ്രകടനം സാൻഡി മാസ്റ്ററുടെയാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് ശേഷം പുള്ളി നന്നായി സ്കോർ ചെയ്തു. അതുപോലെ ശരത് സഭയ്ക്കും നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ. പുള്ളിയും നന്നായി ചെയ്തു. ഇന്റർവെൽ സീനിൽ വരുന്ന ആ ചെറിയ കുട്ടിയുടെ പ്രകടനം ഞെട്ടിച്ചു. ഗംഭീര പ്രകടനമായിരുന്നു ആ കുട്ടിയുടെ. ആ സീൻസും ആ സീനിൽ അഭിനയിച്ചവരുമൊക്കെ അടിപൊളിയായിരുന്നു. ക്യാമിയോ വന്നവരെ പറ്റി ഒന്നും പറയുന്നില്ല. അവരുടെ പ്രകടനം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. തീർച്ചയായും ആ സർപ്രൈസ് എലമെന്റ് അവിടുന്ന് തന്നെ കിട്ടണം. ഇനി ഈ സിനിമയിലെ VIP എലമെന്റിലേക്ക്. ലോകയിലെ ലോകം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ VIP എലമെന്റ് അല്ലെങ്കിൽ VIP ഫാക്ടർ. ഡൊമിനിക് അരോൺ ക്രിയേറ്റ് ചെയ്ത ഈ ലോകവും ആ കൺസെപ്റ്റും എൻഡ്ലെസ് പോസിബിലിറ്റി ഉള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന പഴയ കഥകളും മിത്തുകളും ഒരു മോഡേൺ വേൾഡുമായി ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടാക്കിയ ആ തോട്ട് പ്രോസസ് അടിപൊളിയായിരുന്നു. ഓഫ് കോഴ്സ് എക്സ്മെനും മാർവൽ യൂണിവേഴ്സും കൽക്കിയും ഒക്കെ നമ്മൾ കണ്ടതാണെങ്കിലും നമ്മുടെ സ്വന്തം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ വളരെ പ്രശംസനീയമാണ്. തരംഗത്തിലും ജല്ലിക്കെട്ടിലും ഒക്കെ അഭിനയിച്ച ശാന്തി ബാലചന്ദ്രനാണ് ലോകയുടെ അഡീഷണൽ തിരക്കഥ തയ്യാറാക്കിയത്. ചെറിയ ബജറ്റിലാണ് ലോകോത്തര നിലവാരമുള്ള ഈ ലോകം ഉണ്ടാക്കിയത്. കുറഞ്ഞ ബജറ്റ് കൊണ്ട് നല്ലൊരു ക്വാളിറ്റി മൂവി ഉണ്ടാക്കാം എന്ന് മലയാള സിനിമ ബാക്കിയുള്ളവരെ ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 2 ട്രാൻസിഷൻ സീൻസ് ഉണ്ട് ഈ സിനിമയിൽ. നിമിഷ് രവിയുടെ ക്വാളിറ്റി വിഷ്വൽ കൊണ്ടും ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ചേർന്നപ്പോൾ വീണ്ടും വീണ്ടും ബാക്കടിച്ച് കാണാൻ തോന്നുന്ന ട്രാൻസിഷൻ ഫ്രെയിംസ് ആണിത്. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ജേക്സ് ബിജോയുടെ കിഡിലം സ്കോറും ഈ സിനിമയെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇത്രയൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം നമ്മുടെ സ്വന്തം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മളെ വിസ്മയിപ്പിക്കാൻ അവർ ഒരു ലോകം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വേഫറർ സിനിമാറ്റിക് യൂണിവേഴ്സായി ഇതിന്റെ കുറേ ഭാഗങ്ങൾ ഇനിയും വരും. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. സ്പോയിലർ ഇല്ലാതെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ട് പിന്നെ വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.